ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ, വെൽമോണ്ട് വാട്ടർ സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് നമ്മുടെ എളന്തിക്കര തന്നെ പാണ്ടിപ്പടം സൈഡിലുള്ള ഒരു സൈഡിലാണ്. നമ്മുടെ അജയൻ ചേട്ടൻ്റെ വീട്ടിലാണ്. അജയൻ ചേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമ്മുടെ എളന്തിക്കര IHRD കോളേജിൻ്റെ അടുത്ത് തമ്പുരാഞ്ജലി എന്ന ഷോപ്പ് എടുക്കുന്ന അജയൻ ചേട്ടൻ. അജയൻ ചേട്ടൻ്റെ വീടിനോട് ചേർന്നുള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് വെസൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ, വെസൽ ഫിൽട്രേഷൻ തന്നെയാണ് ഇവിടുത്തെയും വർക്ക് നമ്മളുടെ. അപ്പോൾ ഇവിടുത്തെ നമ്മൾ വെള്ളം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വെള്ളത്തിനകത്ത് അത്യാവശ്യം അയൺ കാണിക്കുന്നുണ്ട്. ഇത്രയും നല്ല മഴ കിട്ടിയിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ അയൺ കാണിക്കുന്നുണ്ടായിരുന്നു. അയണുണ്ട്, pH-ന്റെ അഭാവമുണ്ട്. അപ്പോൾ ഈ രണ്ട് സംഗതികൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൾട്ടിമീഡിയയാണ് നമ്മളിവിടെ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി നമ്മൾ സജസ്റ്റ് ചെയ്തൊരു മീഡിയം ടൈപ്പ് അയൺ റിമൂവർ വെസൽ ഫിൽട്രേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ എൻ്റെ അഭിപ്രായ പ്രകാരം മീഡിയത്തിലേക്ക് പോയില്ല, ഒരു ബേസ് മോഡൽ തന്നെ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബേസ് മോഡലിൽ നമ്മൾ സാധാരണ ഇടുന്ന മീഡിയകളുടെ ആ ഒരു ക്വാണ്ടിറ്റിനേക്കാളും കൂടുതൽ നമ്മൾ ഇവിടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതേപോലെ നമ്മുടെ വീഡിയോസൊക്കെ നമ്മുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഈ 2 പേജും ഒന്ന് ഫോളോ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വർക്ക് സൈറ്റിലേക്ക് പോകാം. നമ്മുടെ വീട് ഇതാണ്, വീട് കാണിച്ചു കൊടുത്തേ. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം. ബൈ. നമ്മളുടെ ഈ ഒരു സ്ഥലത്താണ് നമുക്ക് വെസൽ വെക്കേണ്ടത്. കാർ പോർച്ചിന്റെ സൈഡിൽ തന്നെ പോകുന്നുള്ളൂ. നമ്മളത് വെസലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളിവിടെ നമുക്ക് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ 1.25 ലൈൻ. അപ്പോൾ നമുക്ക് 1.25 ഇപ്പോൾ 1 ഇഞ്ച് ആക്കിയിട്ട് 25 MPV ആണ് നമുക്ക് ഫിക്സ് ചെയ്യേണ്ടത്. ബാക്കി നമുക്ക് വഴി ഞാൻ കാണിച്ചു തരാം. ഇതാണ്ട നമ്മുടെ കിണർ. ഇപ്പം ഇതിനകത്ത് തെളിഞ്ഞടക്കുന്ന വെള്ളം മഴയൊക്കെ പെയ്ത് നമ്മുടെ ഭൂമിയുടെ വാട്ടർ ലെവല് ഇച്ചിരി ഹൈറ്റിൽ നിൽക്കുന്നതിൻ്റെ പേരിൽ തെളിഞ്ഞാൽ കാണിക്കുള്ളൂ. നമ്മൾ വെള്ളം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വെള്ളത്തിനകത്ത് അയൺ അത്യാവശ്യം കാണിക്കണ്ടായിരുന്നു. ഇപ്പോൾ തെളിഞ്ഞടക്കുന്നത് മഴ കിട്ടി വെള്ളത്തിൻ്റെ ലെവൽ മേലോട്ട് പൊങ്ങിക്കണതിൻ്റെ പേരിലാണ് നമുക്ക് ഈ തെളിവ് കാണുന്നത്. ഇതാണ് നമ്മുടെ കിണറിൻ്റെ അവസ്ഥ. അപ്പം നേരെ നമുക്ക് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. പൈപ്പ് കട്ട് ചെയ്തപ്പോൾ പൈപ്പിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയുണ്ട് കാണുന്നത്. മൊത്തം സ്കെയിൽ ഫോമിങ് ആയിരിക്കുകയാണ്. അഴുക്ക് മൊത്തം നിറഞ്ഞിരിക്കുകയാണ്. കാലങ്ങളായിട്ട് നമ്മൾ ഈ വെള്ളം ഉപയോഗിച്ച് അയൺ ഫോമിങ് ആയിരിക്കണം. അതായത് സ്കെയിൽ ഫോമിങ് ആയാലുള്ള കുഴപ്പം പ്രഷർ കുറയും. അതേപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ ലീക്കേജ് സ്റ്റാർട്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ സാനിറ്ററി ഐറ്റംസിൻ്റെ എല്ലാത്തിൻ്റെയും കളർ ഫേഡാവും ഈ ഒരു സംഭവം അകത്തേക്ക് കൂടി പോകുന്നു കഴിയുമ്പോൾ.
അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടാ നമ്മുടെ വെസൽ ഫിൽട്രേഷന്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ വെസൽ ഫില്ല് ചെയ്തു, പ്ലംബിംഗ് വർക്കും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇതിനെ ബാക്ക് വാഷ് ചെയ്യാന്നുള്ളതാണ്. ബാക്ക് വാഷ് മോഡിലേക്ക് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം നമ്മൾ അടിക്കാൻ പോകുന്നുള്ളൂ ടാങ്കിലേക്ക്. വെള്ളം അടിച്ച് ഒരുവിധം വെള്ളം അതിന് ശേഷം നമ്മൾ പ്രഷർ ബാക്ക് വാഷും ടെസ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാവിറ്റിയിൽ വരുന്ന വെള്ളത്തിന്റെ അത് വെച്ചിട്ട് നമ്മൾ ബാക്ക് വാഷ് ചെയ്ത് പിന്നെ നോർമലൈസ് ചെയ്യും. അതിനുശേഷം ഞാൻ നിങ്ങളെ സാമ്പിളൊക്കെ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നേരെ നമുക്ക് ബാക്ക് വാഷ് ചെയ്യാം. അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക് വാഷും ക്ലിയർ ചെയ്തിട്ടുണ്ട്. ബാക്ക് വാഷ് ചെയ്ത് നോർമലൈസ് ചെയ്ത് ലൈൻ ചാർജ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പം ഇനി ഇതിന്റെ ക്വാളിറ്റി ഞാൻ നിങ്ങളൊന്ന് എടുത്ത് കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ ക്വാളിറ്റി. ഇത്രയും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വെസലിന്റെ ഔട്ട്പുട്ടാണ്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വർക്ക് കഴിഞ്ഞ് നമ്മളിവിടെ നീങ്ങാൻ പോയാണ്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഒക്കെ എടുത്ത് നോക്കിയായിരുന്നു. എക്സലന്റ് ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കസ്റ്റമറോട് തന്നെ ചോദിച്ചു നോക്കാം. നമ്മുടെ അജയ് ചേട്ടനോട് ഉണ്ട്. അപ്പൊ അജയ് ചേട്ടനോട് ചോദിച്ചു നോക്കാം പുള്ളിക്ക് ഇഷ്ടപ്പെട്ടോ, ഇതിന്റെ വർക്ക് ഇഷ്ടപ്പെട്ടോ, ചെയ്തിടത്തോളം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളിയോട് തന്നെ ചോദിച്ചു നോക്കാം. അപ്പൊ അജയ് ചേട്ടാ, രണ്ട് വാക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞ് നമ്മുടെ വർക്ക് കഴിഞ്ഞുള്ള കാര്യം മനസ്സിലായില്ല. വർക്ക് നല്ല രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇഷ്ടപ്പെട്ടില്ലേ സംഭവം? ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് മുന്നേ ഞാൻ ഇതിന്റെ സാമ്പിൾ ഒന്ന് എടുത്ത് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം ആൾക്കാരെ. അത്യാവശ്യം പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ടല്ലേ, ഇതാണ് നമ്മുടെ സാമ്പിള്. പിന്നെ വേറെ കാര്യം നിങ്ങളടുത്ത് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ലൈൻ ഇറങ്ങി വന്നിരിക്കുന്നതേ 1.25 ലൈനാണ്. 1.25 സാധാരണ എല്ലാവരും നമ്മൾ 1.5 ലൈൻ മേന്നാണ് നമ്മൾ ഒന്നില്ലെങ്കിൽ 40 MB അല്ലെങ്കിൽ 25 MB MPV ആണ് ഇടാറ്. ഇവിടെ നമുക്ക് 40 MB MPV ഇട്ടിട്ട് കാര്യമില്ല, കാരണം വന്നിരിക്കുന്നത് 1.25 ലൈനാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ 25 MB MPV ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 1.25 ലൈനാണ് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട്. അപ്പൊ നിലവിൽ ഇത്തിരിക്കോളം പ്രഷറിന്റെ പോരായ്മകൾ ഉണ്ട്. വേറെ കുഴപ്പമൊന്നും നിലവിൽ കാണുന്നില്ല. ഒരേ സമയം എല്ലായിടത്തും നമ്മൾ ഓപ്പൺ ചെയ്യണമെങ്കിൽ ചെറിയൊരു വ്യത്യാസം കാണിക്കും. അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ലൈൻ വന്നിരിക്കുന്ന ലൈനും ചെറിയ ലൈനാണ്. അപ്പോ ചെയ്തിടത്തോളം ഇഷ്ടപ്പെട്ടില്ലേ? ഇതാണ് നമ്മുടെ ക്വാളിറ്റി. ഇവിടെ നമ്മുടെ വെള്ളം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അയണിന്റെ സാന്നിധ്യമായിരുന്നുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. അയണിന്റെ സാന്നിധ്യം pH-ന്റെ അഭാവമുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഇവിടെ ഒരു മൾട്ടിമീഡിയ തന്നെ ഒരു മീഡിയം ടൈപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ബേസ് മോഡലാണ്. അതിനകത്ത് നമ്മൾ കെയർ ആവുന്നതിന്റെ പരമാവധി നമ്മൾ കയറ്റിയിട്ടുണ്ട്. അതായത് നമ്മുടെ കാറ്റലോഗ്സ് അയൺ റിമൂവർ തന്നെ നമുക്ക് പരമാവധി കയറ്റാവുന്നത് കയറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാഗ്നീഷ്യം ഡയോക്സൈഡ് എല്ലാം നമ്മൾ മാക്സിമം തന്നെ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോ സംഗതി ഓക്കെ ഉണ്ട്. ഇതിലും പറയാനുണ്ടോ? ഇല്ല. ഇഷ്ടപ്പെട്ടില്ലേ? വർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ, അപ്പൊ തെളിഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ, കുഴപ്പമില്ല, നല്ല രീതിയിൽ ഹാപ്പിയാണ്. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾക്കും കാര്യങ്ങൾക്ക് ഒരു വ്യക്തത കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അതേപോലെ തന്നെ വർക്ക് നമ്മുടെ ചാനലിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോസ് എല്ലാം നമ്മുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് കാണുമെങ്കിൽ നമ്മുടെ പേജിലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ.